പിന്നെ അഹമ്മദ് അൽ മാരിബിന്റെ ബഹൂർ ഒരു എടുത്തു പറയേണ്ട ഒരു സബ്ജക്റ്റിനാണ് ഞാനിപ്പോൾ പുകയിപ്പിച്ചിട്ടുള്ളത്. അഹമ്മദ് അൽ മാരിബിന്റെ ബഹൂർ അഹമ്മദ് എന്നുള്ള സാധനമാണ്. നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ബഹൂർ അഹമ്മദ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് പുകയിപ്പിച്ച് നോക്കിയ സമയത്ത് മാഷാ അല്ലാ ഭയങ്കര സ്മെല്ല് കിട്ടാം. നമുക്ക് നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് വാമിങ്ങിനൊക്കെ വീടൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് പുകയിപ്പിച്ചാൽ നല്ലൊരു പ്രീമിയം ഫ്രാഗ്രൻസ് തരുന്നൊരു ബഹൂറാണിത്. ഞാൻ വേറെ കുറേ ബ്രാൻഡിൻ്റെ ബഹൂറൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഏകദേശം 74ഓളം ബഹൂറുണ്ട്. പക്ഷെ അതിൽ ഞാൻ അഹമ്മദ് അൽ മാരിബിൻ്റെ ബുഷ്റ സ്മെല്ല് ചെയ്തപ്പോൾ സ്പീച്ച്ലെസ്, ഒന്നും പറയാനില്ല. പിന്നെ ഇതാ ബഹൂർ അഹമ്മദ് പുകയിച്ചപ്പോൾ അതിലേറെ ബെറ്റർ. രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ കുറേ കളക്ഷൻസ് ഉണ്ട്, ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ചിലതൊക്കെ നല്ല ഹാർഡായിരിക്കും, നമ്മുടെ സാധാരണക്കാർക്ക് അഫോർഡ് ആയിക്കോളം എന്നില്ല. എൻ്റെ ഫ്രാഗ്രൻസ് ഇത്തിരി ഹാർഡായിട്ടുള്ള ഫ്രാഗ്രൻസ് ആയിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് തൊന്നാണ് ഊദ് മുഅത്തർ മലിക്ക്. 2 സൈസ് വരുന്നുണ്ട്, ചെറുതും വരുന്നുണ്ട് അതുപോലെ വലുതും വരുന്നുണ്ട്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഒരു റോയൽ ഫ്രാഗ്രൻസ് ആയിരിക്കും. ഭയങ്കര ഒരു ഊതിൻ്റെ ഫ്രാഗ്രൻസ് ആണ്, ഇത്തിരി ഡാർക്ക് ആയിരിക്കും. പക്ഷെ ഇത് സ്മെല്ല് ചെയ്യണതും ബേൺ ചെയ്ത് വരുന്ന ഫ്രാഗ്രൻസും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ബുഷ്റ ഞാൻ സ്മെല്ല് ചെയ്തപ്പോൾ അതിൻ്റെ സ്മെല്ല് വേറാണ്, പുകയിപ്പിച്ച് വരുന്ന സ്മെല്ല് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൂടാതെ വേറെ ആയിട്ടാണ് ഊദ് മുഅത്തർ ഖുസൂസി. ഓക്കെ, ഇതിൻ്റെ ഫ്രാഗ്രൻസൊക്കെ സ്മെല്ല് ചെയ്താൽ കിട്ടില്ല കേട്ടോ, ജസ്റ്റ് ബേൺ ചെയ്ത് നോക്കണം. ബഹൂൽ തന്നെ വേറെ പ്രൊഡക്റ്റാണ് കിഫ്ലൈൻ, ഊദ് കിഫ്ലൈൻ. ഇത് സ്നിഫ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് നല്ല ഫ്രാഗ്രൻസ്. ചിലപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് അതിലേറെ എക്സ്ട്രീം ആയിട്ടുള്ള വേറെ ഫ്രാഗ്രൻസ് ആയിരിക്കും. ഊദ് കിഫ്ലൈൻ ഇത്തിരി ഒരു പ്രീമിയം കാറ്റഗറിയാണ്. ഓക്കെ, പിന്നെ അഹമ്മദ് അൽ മാരിബിൻ്റെ വേറൊരു ബഹൂറാണ് ഊദ് അംബർ. ഇത് ഒരു ട്രഡീഷണൽ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പക്ക നാച്ചുറൽ ഊതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ആണ്. ഇതിൻ്റെ പ്രസൻറ്റേഷൻ തന്നെ മാഷാ അല്ലാ അടിപൊളി പ്രസൻറ്റേഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ല, ഈ രൂപത്തിലാണ് ഇത് ഓപ്പണും കാര്യങ്ങളും ചെയ്യുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ക നാച്ചുറൽ ആയിരിക്കും, ഒരു ട്രഡീഷണൽ ഫ്രാഗ്രൻസ്. ഓക്കെ, അങ്ങനെ കാണിച്ചു തരാം. ഇതിൻ്റെ ബഹൂർ വരെ ഒരു ഗ്രീൻ കളറിൽ തീമിൽ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമാണ്. ഇത് മാത്രമല്ല കേട്ടോ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സാധനമുണ്ട്. വളരെ ചീപ്പായിട്ട്, ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ ബഹൂറുണ്ട്. ജസ്റ്റ് അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങളുടെ കളക്ഷനിൽ ലോ ബഡ്ജറ്റുള്ള സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഏതൊക്കെയാണ് ബഹൂർ വരുന്നത്? ലോ ബഡ്ജറ്റിൽ ബഹൂർ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ബഹൂർ ബെയ്റ്റി ഉണ്ട്, പിന്നെ ബഹൂർ ഉദ്രോസ്. ഇത് ഉദ്രോസിൻ്റെ ഉദ്രോസ് ദ സെയിം ഫ്രാഗ്രൻസ് ലൈക്ക് ദ ഉദ്രോസ് പെർഫ്യൂം, റൈറ്റ്? ജസ്റ്റ് റൈറ്റ് ബിഫോർ ദ പെർഫ്യൂം ഉദ്രോസ്, അതേ സെയിം ഫ്രാഗ്രൻസ് ആണ്. ആൻഡ് അതും കൂടി നമ്മൾ തബഹർ എന്ന് പറയും, അതായത് മജ്മറിൽ വെച്ചിട്ട് ഡ്രസ്സ് കബോർഡിൻ്റെ ഉള്ളിലൊക്കെ പുകയ്ക്കുന്നത് പോലെ അതും എൻ്റെ ഉദ്രോസും കൂടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതിൽ യാതൊരു സംശയമില്ല, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സാധനം കണ്ടില്ലേ, നമ്മുടെ ഊദ്രോസിൻ്റെ സെയിം ഫ്രാഗ്രൻസിൽ ഇരുന്ന ബഹൂറാട്ടോ. കണ്ടില്ലേ, സെയിം ഫ്രാഗ്രൻസ്. അപ്പം എന്താ ചെയ്യുക, ഈ അറബികളൊക്കെ ഊദ്രോസിൻ്റെ പെർഫ്യൂം അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ബഹൂർ എന്ത് ചെയ്യും, അവരുടെ കമ്മീസിൽ മൊത്തമാക്കും. ഈ ഊദ്രോസിൻ്റെ ബോഡി ജെൽ ഉണ്ട്, എയർ ഫ്രഷ്നർ ഉണ്ട്, ഹെയർ മിസ്റ്റ് ഉണ്ട്, തുടങ്ങിയിട്ട് എല്ലതും ഉണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഊദ് മുഅത്തർ മറിയ, പിന്നെ മജാലിസ്. ഇതൊക്കെ ഒരു 3.5 ഒമാനി റിയാലാണ് റേഞ്ച് വരുന്നത്. പിന്നെ ബഹൂർ അഹമ്മദ് മജാലിസ് വെറും 3.5 ഒമാനി റിയാൽ മജാലിസ്. പിന്നെ ബഹൂർ അഹമ്മദ് അടിപൊളി സാധനം കേട്ടോ. ബഹൂർ അഹമ്മദ്, അതുപോലെ ബുഷ്റ, പിന്നെ സുബാത്ത്, തയ്യബ്. ഇതൊക്കെ ഒരു 3.5 റേഞ്ചിൽ അടിപൊളി സ്മെല്ലാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെൽ. നമുക്കൊക്കെ കോമണായിട്ട് ഇഷ്ടപ്പെടുന്ന ഫ്രഞ്ച് പോലത്തെ ടൈപ്പ് സ്മെല്ലാണ് ഊദ് സുബാത്ത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ്. സ്നിഫ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്, കുത്തുന്ന അങ്ങനത്തെ ഒന്നുമില്ല. അടിപൊളി സാധനം. തീബ് അല്ലേ, ഊദ് തീബ്. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇവരുടെ കംപ്ലീറ്റ് ഷോറൂമിൻ്റെയും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഹൈലൈറ്റ്സിൽ പോയി ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും.